ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് ഹോമിൽ ഞാൻ നിൽക്കുന്നു. ഇന്ന് ഇവിടെ നിന്നും ട്രാവൽ വ്ളോഗിന് വേണ്ടി യാത്ര ചെയ്യാൻ പോവുകയാണ്. മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത്. മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. അവിടെ ഒരു സ്കൂളുണ്ട് മലനിരകൾക്ക് താഴെ. അതൊരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട്. പ്ലസ് കാട്ടിനകത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ടുണ്ട്. അവിടെ പോയി സ്റ്റേ ചെയ്യുന്നു. എന്നിട്ട് പറ്റുമെങ്കിൽ ആനയൊക്കെ കാണാം. പിന്നെ അവിടുത്തെ ഫോറസ്റ്റ് ഫുഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഭയങ്കര രസകരമായ സ്റ്റേയും കാര്യങ്ങളായിരിക്കും ആണ് ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജൊക്കെ കയറി നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരിക്കും മാമലക്കണ്ടം. അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ വഴിക്കാഴ്ചകൾ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം ഞാൻ പോകുന്ന വഴിക്കെല്ലാം പറയുകയും കാണിച്ചു തരുകയൊക്കെ ചെയ്യാം. ചിലപ്പോൾ പക്ഷേ ലേറ്റായി ആക്ച്വലി പറഞ്ഞാൽ. ഉച്ച കഴിഞ്ഞു, ഒരു 3 മണിയായി. എത്തുമ്പോൾ 2.5 മണിക്കൂർ കഴിയും. ചിലപ്പോൾ ഡാർക്കാവും. അങ്ങനെയാണെങ്കിൽ രാത്രി റൂമിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് ആ വ്യൂസ് എല്ലാം തൊട്ട് നമുക്ക് തുടങ്ങാം. നൈറ്റ് എന്തായാലും എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും വ്യൂസ് കാണിച്ചു തരാം, കുറച്ച് കാര്യങ്ങൾ. പോയാലോ? അങ്ങനെ മാമലക്കണ്ടത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു. അങ്ങനെ നമ്മളുടെ റിസോർട്ട് എത്തിയിരിക്കുന്നു. മരം എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. നല്ല എന്താ പറയുക, മരം എന്ന് പറയുമ്പോൾ ഒരു സിംബോളിക്കായിട്ട് ഇവിടെ കുറേ മരങ്ങൾ വനത്തിനിടയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ കുട്ടമ്പുഴ വഴിയാണ് വന്നത്. ഇറ്റ് വാസ് എൻ ഓഫ് റോഡ് ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമ്മളെ ജീപ്പിലാണല്ലോ കൊണ്ടുവന്നേ. അപ്പോൾ അതെ, ഇവിടെ ഓപ്പറേഷൻസ് മാനേജർ ഇസ് ഹിയർ, പിന്നെ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഇസ് ഹിയർ. അപ്പോൾ നമ്മളുടെ ഇത് അഭിജിത്തും ദിസ് ഇസ് കിരൺ. അപ്പോൾ ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നമ്മൾ വരാനായിട്ട്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി, അതുകൊണ്ട് രാത്രിയായി പോയി എന്ന് പറയാം. ലൈറ്റൊക്കെ പോയി. ഇത് പകൽ ഞാൻ ഇവിടുത്തെ ഭംഗി ശരിക്കും കാണിച്ചു തരാം. ഈ റിസപ്ഷൻ ഏരിയയും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല പച്ചപ്പല്ലേ അല്ലേ, പകലിറങ്ങുമ്പോഴാണ് കാണേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ പല തട്ടുകളിലായിട്ടാണ് അല്ലേ കോട്ടേജസ് റൂംസ് വെച്ചിരിക്കുന്നത്, പല ലെവൽ ഹൈറ്റ്. അപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂമാണ് എനിക്ക് വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഏറ്റവും മുകളിൽ പടി കയറേണ്ടി വരുമോ? കുറച്ച്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒന്ന് റൂമിലേക്ക് കയറാം. അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ, നൈറ്റ് സഫാരിയിൽ ആനയെ കാണാൻ പറ്റുമോ നോക്കാം. ജീപ്പിൽ പോയി നൈറ്റ് സഫാരി. പിന്നെ ഒരു ട്രൈബൽ ഫുഡിൻ്റെ കുമ്പം കാച്ചൽ എന്നാണ് അതിന് പറയുന്നത്. ബാമ്പൂൻ്റെ അകത്തുള്ള ട്രൈബൽസിൻ്റെ ഒരു കുക്കിംഗ് ആണ് കുമ്പം കാച്ചൽ. അതും നമുക്കിവിടെ വിത്ത് ക്യാമ്പ് ഫയർ. ഓ ഓക്കെ, അതും കൂടെ നമുക്ക് ആസ്വദിക്കാം. ഇവിടെ അത്യാവശ്യം നല്ല കൂളാട്ടോ ക്ലൈമറ്റ്. ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഒരു ഹൈ റേഞ്ചിൽ പോയതുപോലെ തന്നെ നല്ല തണുപ്പ്. അത് വനത്തിൻ്റെ ഒരു തണുപ്പാണ് തോന്നുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ റൂമിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അങ്ങനെ മരം എന്നുള്ള റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതൊരു ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ കോട്ടേജ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. 2 നിലയായിട്ടാണ് ഇത്. അല്ലാണ്ട് തന്നെ ബെഡ്റൂം ഇതിങ്ങനെ വരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നാളെ പകൽ കാണിച്ചു തരാം. ഇതിപ്പോൾ രാത്രി വ്യൂ ആണ്. രാത്രി വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഇതൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ, പുറത്തേക്ക് ഹോളിരുട്ട്. ഇത് പല ലെവലിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. പല സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും കുറേ കോട്ടേജസ് ഉണ്ട്. പിന്നെ എല്ലാം ഡബിൾ സ്റ്റോറീഡാണ്. ഇതിൻ്റെ മുകളിലൊരു ഏരിയ ഉണ്ട്, അത് നമുക്ക് പുറത്തേക്ക് കാണാം. ഒരു ജക്കൂസി പോലെ ഒരു സംവിധാനമുണ്ട്. വാഷിംഗ് നമുക്കങ്ങനെ ഒരു ഓപ്പൺ എയറിൽ നല്ലതായിട്ട് നല്ല നിരകളെല്ലാം കണ്ട് ആസ്വദിക്കാം. അത് നാളെ രാവിലെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവിടെ ഒരു കുമ്പം കാച്ചിയത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. കുമ്പം കാച്ചൽ അത് ട്രൈബൽ ഫുഡാണ്. മുളയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. അത് കാണാനായിട്ട് പോകാം, കാണാം, കഴിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന മരം റിസോർട്ടിലാണ്. വനത്തിൻ്റെ നടുക്കുള്ളൊരു റിസോർട്ട്, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ രാത്രി ഇവിടുത്തെ ഒരു ചുറ്റുമുള്ള ആംബിയൻസ് കണ്ടുള്ളൂ. ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ഉള്ളത് ചെല്ലപ്പൻ ചേട്ടൻ. ഓക്കെ, ചെല്ലപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ 29 വർഷം ഫോറസ്റ്റ് സർവീസുള്ള ആളാണ്. ഫോറസ്റ്റ് ഗാർഡായിരുന്നു. പിന്നെ ചേട്ടൻ്റെ വീടും
ഈ പരിസരത്ത് തന്നെയാണോ? ആ ഇവിടെ തന്നെ, ഇപ്പം ഇവിടെ തന്നെ ആണ്. ആ ഓക്കെ. അപ്പോൾ ഇവിടെ അത്രയ്ക്ക് കംപ്ലീറ്റ് അറിയാം ഈ കഥയെല്ലാം. കംപ്ലീറ്റ് കാടിനെ കുറിച്ച് നല്ല അറിയുന്ന ആളാണ്. നല്ല അറിവുള്ള ആളാണ്. അതെ. ആദിവാസി കൂടെ അവർക്ക് സമർഷണമായിട്ട് നടന്നയാളാണ്. അവരുടെ കൂടെ നിന്നെല്ലാം പഠിച്ച ആളാണ്. അപ്പോൾ ഇനി നാളെ ഒരു ട്രക്കിങ്ങിന് വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മളൊരു ജീപ്പിൽ കയറി ഒരു കറക്കമുണ്ട്. കാട്ടിനകത്ത് പോകുമ്പോൾ ചേട്ടനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതല്ലേ? ഓക്കെ. എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരം രാത്രി ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാകും. അതിൻ്റെ കൂടെ കുമ്പം കാച്ചൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചിക്കൻ എല്ലാം ബാമ്പൂവിനകത്ത് ഇട്ടിട്ട്, ഇത് ശരിക്കും ട്രൈബൽ ഫുഡാണല്ലേ? ആദിവാസികൾ കാട്ടി കയറുമ്പോൾ ഒരു പാത്രം കൊണ്ടുപോകാൻ ഇതുപോലെ കാണും. മുള ഉണ്ടാവും. ഒരു മുള വെട്ടിയെടുക്കും. ഇച്ചിരി മുളക് പൊടി ഉപ്പും മാത്രമേ കാണുള്ളൂ. അവിടെ ചെന്നിട്ട് മൃഗങ്ങളെ പിടിച്ചോളൂ അല്ലേ? കിളിയൊക്കെ ഞണ്ട്, ഞവണിക്ക, മീന് ഒക്കെ പിടിക്കും. കിളിയെ പിടിക്കത്തില്ല. കിളിയെ പിടിച്ച കേസ് വേറെയാണ്. അപ്പൊ മീന്, ഞണ്ട് മുതലായ കാര്യങ്ങൾ, ഞവണിക്കയൊക്കെ പിടിച്ച് ഇവര് കുമ്പത്തിലാക്കി കാണിക്ക. കുമ്പം എന്ന് ഉദ്ദേശിക്കുന്ന മുളയുടെ മുളയിരിക്കുന്നു. ഇതും കൊണ്ടാണ് അവര് പോകുന്നത്. ഇത് വെട്ടിക്കൊണ്ടുപോകും. വെട്ടിയെടുത്ത് ഈ സാധനം ഇതിനകത്ത് ഹോളോ ആണല്ലോ. അതിനകത്ത് ഇതിനകത്ത് അവർ ഇട്ടിട്ട് ചുട്ടെടുക്കും. അപ്പോൾ അവർക്ക് എളുപ്പമായി. കാട്ടിനകത്ത് അവർ തേനൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് കാട്ടുകിഴങ്ങ് പറയും. അതായത് കാട്ട് പ്രോഡക്ട്സ് അവർക്ക് ആവശ്യമുള്ള കാട്ടിലുണ്ടാവും. ഓക്കെ. അപ്പോൾ എല്ലാ സാധനവും ഇതിൻ്റെ അകത്തിട്ട് ഉപയോഗിക്കും. മുളയരി പായസം വരെ അവർ വെക്കാറ്. മുളയരി പായസമൊക്കെ നമ്മൾ വെക്കും. എന്ത് സാധനം വേണമെങ്കിലും മുളയരിയൊക്കെ അവർ കൊണ്ടുവരും. പക്ഷെ അവിടെ നിന്നല്ലേ കൊണ്ടുതരും, നമുക്ക് കൊണ്ടുതരും. നല്ല വില കൊടുക്കും. നമ്മളൊക്കെ പായസമായിട്ട് നല്ല ടേസ്റ്റാണ് മുളയരി പായസം, ഗംഭീരമാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ അതെല്ലാം കണ്ട് പഠിച്ചിട്ട് മുളയരി കുമ്പം കാച്ചിയത്, അത് ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ചുട്ടെടുക്കുകയാണ് ചെയ്യാൻ പോണത്. അതിനാണ് ഈ സംഗതികളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതായത് ചിക്കന് അവർ മുളക് പൊടി ഉപ്പും, മുളക് പൊടി മഞ്ഞപ്പൊടി ചേർക്കും അവർ? ഇല്ല, മുളക് പൊടി ഉപ്പ് മാത്രമേ അവർ ചേർക്കാറുള്ളൂ. നമ്മൾ മാറ്റങ്ങൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാനുള്ള പരിപാടി. അതിലിപ്പോൾ മഞ്ഞപ്പൊടി വരും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്. ഇത് കുരുമുളക് പൊടിയാണോ? കുരുമുളക് പൊടി. പിന്നെ ചിക്കൻ മസാലയാണോ? അത് ചിക്കൻ മസാല ഒക്കെ മോഡേണായി അല്ലേ? കുറച്ച് വെളിച്ചെണ്ണ, സവാള ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ സാധാരണ ട്രൈബൽസ് പോകുമ്പോൾ അവർ ചെയ്യണത് ജസ്റ്റ് മുളക് പൊടി ഉപ്പും അത് തന്നെ ധാരാളം. അവർക്ക് അതാണ് ഇഷ്ടം. ചോറുണ്ടാക്കും. ശരി, ഇതിൽ ചോറ് വരെ ഉണ്ടാക്കാം. നൈസ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഓക്കെ ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ. ചിക്കൻ ഇപ്പോൾ ഏകദേശം എത്ര വരും? ഇത് എല്ലുള്ള കഷ്ണമാണോ എല്ലില്ലാത്ത പീസാണോ? എല്ലാം ഉണ്ട്. എല്ലൊക്കെ ചേർന്ന് ഒരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. ഓക്കെ. കുറച്ച് കൂടുതൽ ചേർക്കും അല്ലേ മല്ലിപ്പൊടി? ഇത് പൊടിച്ച മസാലയാണോ? ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുരുമുളക് പൊടിയും പിന്നെ എന്തൊക്കെയുണ്ട് അതിനകത്ത്? പട്ട, ഗ്രാമ്പു, എല്ലാം ഗരം മസാലയുടെ ഐറ്റംസ് എല്ലാം അതൊക്കെ ഇച്ചിരി കൂടുതലെല്ലാം ചേർക്കുന്നത്. പിന്നെ ഇനി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓക്കെ, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. മുളക് എങ്ങനെ വേണ്ടേ? ആവറേജ് മതി, ഒത്തിരി എരിവ് വേണ്ട. അത്രയും പോരാ, കുറച്ചുകൂടെ ഇട്ടു. കുരുമുളക് മറ്റേതിനകത്തുണ്ടല്ലോ. ഓക്കെ. ഇനി സവാളയൊക്കെ വരാൻ കിടക്കുമല്ലേ, അതിൽ മുളക് പിടിച്ചോളും. വെളിച്ചെണ്ണ. ആദിവാസി എന്തെന്ന് പറയുന്നത് അറിയോ? നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറയും. അവരെന്താ പറയുക? അവർ നെയ്യെന്ന് പറയും. നെയ്യെന്നാ പറയുന്നത് എണ്ണയ്ക്ക്? ഓ ശരി. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. കറിവേപ്പില, ഇതെല്ലാം കൊണ്ട് മിക്സ്. വരട്ടേണ്ട ആവശ്യമില്ല, ഇതിലാവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം റോ ആയിട്ട് തന്നെ ഇടാം, വഴറ്റി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ ഓപ്പൺ എയറിൽ? എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയറും അതിലിങ്ങനെ കുമ്പത്തിനകത്ത് മുളയ്ക്കകത്ത് ഇങ്ങനെ ചുട്ടെടുക്കുന്ന പരിപാടി. തീർന്നില്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കാട്ടിനകത്തോട്ട് പോവുകയാണ് ജീപ്പിൽ. മൃഗങ്ങളെ അന്വേഷിച്ച് പോവുകയാണ്. മൃഗങ്ങൾ വെച്ചാൽ ആനയെ കാണാൻ പറ്റുമെന്ന് രാത്രി നൈറ്റ് സഫാരി. നെക്സ്റ്റ് പരിപാടി കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോകും അല്ലേ? ഓക്കെ. മലദൈവങ്ങളെ എല്ലാം വണങ്ങി വേണം നമ്മൾ കാടിനകത്തൂടെയൊക്കെ സഞ്ചരിക്കാൻ. കാട് സത്യമുള്ളതാണ്, കറക്റ്റ്. ഒരു വള്ളിയില്ലേ, വള്ളിക്ക് നമ്മൾ മറി കഴിഞ്ഞു നമ്മളെ ചുറ്റിക്കും സത്യമില്ലെങ്കിൽ. ഒരു വള്ളി ക്രോസ് ചെയ്ത് പോയാലോ? ഓക്കെ.
കാട് സത്യമുള്ളതാണ്. നമ്മളൊരു ശുദ്ധമായ മനസ്സോടുകൂടി തന്നെ സഞ്ചരിക്കണം. അതെ, ചേട്ടന് കാടിനെ കുറിച്ച് A to Z അറിയാം. 28 വർഷമല്ലേ? 28 years. 29 വർഷം ഞാൻ നടന്നാണ് മനസ്സിൽ കൂടെ. എങ്കിൽ തന്നെ അങ്ങനെ എനിക്കൊരു മനസ്സിലായി. ഒരു വരം കിട്ടിയ പോലെയാണ് അല്ലേ? കുമ്പം മുറിക്കുവാണ് ചേട്ടൻ. നമുക്ക് ആവശ്യമുള്ള സൈസിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുമോ? ഇല്ല, നോ വാട്ടർ, ഒരു വെള്ളമില്ല. പുള്ളി ഡെമോ ചെയ്യാണ് കേട്ടോ. അത് ഒരു തുള്ളി വെള്ളം ഇല്ല ഇല്ല ഇല്ല. എന്തുവാ മേളിലോട്ട് എന്താ നോക്കിയേ? ആണോ? ഒരു ഇതാണല്ലേ, പ്രാർത്ഥനയാണ്. ഓക്കെ, നിറയ്ക്കാൻ പോണു. പ്രാർത്ഥനയോടുകൂടിയാണ്. നല്ലൊരു മ്യൂസിക്കാണ് കേട്ടോ ഈ മുള ഇങ്ങനെ കിട്ടുമ്പോൾ. പിന്നെ നമുക്ക് ചോറുണ്ടാക്കാം, പായസം വയ്ക്കാം, ബിരിയാണി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാണാം. ഇതിനകത്ത് ചേട്ടൻ നിറച്ചു ഇത്. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അവിടെ പിടിക്കത്തില്ല. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇതിങ്ങനെ ഇങ്ങനെ ആക്കി 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 നല്ലൊരു മ്യൂസിക്കൽ ഒരു ടൂണാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഇത് താഴോട്ട് പോയി ഇതാണ്ട് ഇത്രയും പോർഷനിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടം വരെ ഉണ്ട്. ഇനി ഇത് നേരെ അടുപ്പ്, ഇതൊരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കുകയാണ്. അതിനകത്തേക്ക് കത്തിച്ചിട്ട് ഇത് ചുട്ടെടുക്കും. എത്ര സമയം എടുക്കും ഇതിനെ? അരമണിക്കൂർ വേണ്ട. ഓക്കെ, ലാസ്റ്റ് വെളിച്ചെണ്ണ കുറച്ചങ്ങോട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, കുറച്ച് 2 തുള്ളി. ഓക്കെ, 2 സ്പൂൺ. അടിപൊളിയായിരിക്കുമല്ലോ അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ. ഇതെന്താ ഈറ്റയില? ഈ മുളയുടെ ഇല തന്നെയാണ്. അത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഇല എടുത്തിട്ട് മുള നിറച്ച് വെച്ചിരിക്കണമല്ലോ, അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ സ്റ്റഫ് ചെയ്യും അല്ലേ? അപ്പോൾ അത് അടപ്പാകുമല്ലോ. ആ ഇല വെച്ചിട്ടാണ് അതിനൊരു കവറാക്കി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. അടിപൊളി ഗംഭീരം. കുമ്പം അങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നു. എന്നിട്ട് തീ കത്തിക്കുന്നു. ക്യാമ്പ് ഫയർ തീ കത്തിക്കുന്നു. കത്തിപ്പിടിക്കുന്നു നന്നായിട്ട്. അപ്പോൾ ആ ചിക്കൻ സ്റ്റഫ് ചെയ്ത മുള അതിനകത്ത് വെച്ചിട്ടുണ്ട്. കുമ്പം കാച്ചിയത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ചേട്ടൻ നല്ലതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമ്പ് ഫയറിന് ആ കംപ്ലീറ്റ് തീ ഇങ്ങനെ കത്തിപ്പടർന്നു. അപ്പോൾ ആ കുമ്പം ഇറക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഇങ്ങനെ തീ കിട്ടാൻ, ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് പാടായിട്ട് അടുത്ത് നിന്ന് തീയുടെ അടുത്താണ് നിൽക്കുന്നത്. അവൾ കൈയൊക്കെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ആവി വരുന്നുണ്ട്. നല്ല ചൂട് പുട്ടുകുറ്റിയിൽ നിന്ന് ആവി വരുന്ന പോലെ വരുന്നുണ്ട് നല്ല രീതിയിൽ. ആവി മുള ചൂടുണ്ടോ? ചൂട് മണോ? അതെ കൊള്ളാം. ഇത്ര നേരം ചുറ്റിയിരുന്നു. ഇപ്പോൾ തിരിച്ച് വയ്ക്കുന്നു അല്ലേ? അതെല്ലാം ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വെച്ചു. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ ആ തീയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആ ചൂട് കിട്ടാനായിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്.
റെഡിയായി എടുക്കുന്നു. കുമ്പത്തിനെ അവിടെ നിന്ന് മാറ്റി തീയിൽ നിന്നും. പൊട്ടിക്കാൻ പോവാണേ. യെസ്. അതേ രണ്ടായിട്ട് ഇങ്ങനെ പിളർന്നെടുത്തു. നോക്കി ചിക്കനൊക്കെ അയ്യോ നല്ല ഒന്നാമതായിട്ട് വെന്തിട്ടുണ്ട്. അതിനകത്തും പറ്റിയിരിക്കുന്നുണ്ട്. താഴെ പോകട്ട. വെരി പ്രഷ്യസ്. പ്രാർത്ഥിച്ചേ കഴിക്കാവുള്ളൂ. ഓക്കെ. ഇങ്ങനെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അഗ്നിദേവന് ഒന്ന് നേദിച്ചിട്ടാണ്, അതായത് അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഇനിയേ കഴിക്കാൻ പാടുള്ളൂ. നല്ല അടിപൊളി മണമായിരുന്നു ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ. ആഹാ, എന്താ ടേസ്റ്റ്. ഗംഭീരം. സോ യമ്മി. രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ടത്. ചുട്ടല്ലേ എടുത്തേ ആ മുളക്കകത്തിരുന്ന്. സൂപ്പറായിട്ടാ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഗംഭീരം. ചേട്ടൻ്റെ മസാല മിക്സിങ് എല്ലാം പെർഫെക്റ്റ്. ഉള്ളിയെല്ലാം നന്നായിട്ടിങ്ങനെ ഇത് മൊത്തം വേണമെങ്കിൽ കഴിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ടേസ്റ്റ്. അയ്യോ, അത്രയും കഴിക്കാൻ പറ്റും. എല്ലാവർക്കും കൊടുക്കാം. ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്. കുമ്പം കാച്ചിയതെല്ലാം ടേസ്റ്റ് ചെയ്തു. എന്ത് ടേസ്റ്റായിരുന്നു ആ ചിക്കൻ. എൻ്റെ അമ്മോ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അപ്പോൾ എന്നാലും നമ്മൾ ഡിന്നർ കഴിക്കണമല്ലോ. ഡിന്നറെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യരില്ല ഇന്ന്, വലിയ തിരക്കില്ല. വേറെ 2-3 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ടീമും മാത്രമേ ഉള്ളൂ. ഒരു മെനു ഉണ്ട്, ടുഡേയ്സ് മെനു. അതിനകത്തുനിന്ന് സെലക്റ്റീവായിട്ട് വെജിറ്റബിൾ സാലഡ്, പിന്നെ സൂപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് സൂപ്പില്ല, നമ്മളുടെ കൂടെയുള്ള ആൾക്കാർക്ക് സൂപ്പ്. ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് വരെ പറഞ്ഞിട്ടുണ്ട്. ഡെസേർട്ട് ഗുലാബ് ജാമുൻ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ വറുത്തരച്ച കറി, പിന്നെന്താ ചപ്പാത്തീസ്, ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഒരു മെനു ആണ് പറഞ്ഞിരിക്കുന്നത്. കുമ്പം കാച്ചിയതിൻ്റെ ബാലൻസ് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ വെച്ച് തന്നെ എല്ലാവരും കൂടി കഴിച്ചു. പാസ്ത ആൻഡ് ചീസ്. ഹലോ ഷെഫ്. ഷെഫിൻ്റെ പേരെന്താ? കുമാർ. അദ്ദേഹത്തിൻ്റെ ആണ് ഇതെല്ലാം. ഷെഫ് ഇതിന് മുന്നേ വേറെ ഏത് പ്രോപ്പർട്ടിയിലായിരുന്നു? മധുരയിലായിരുന്നോ? ഓ, മുംബൈ, ഡൽഹി അല്ല. മലയാളിയല്ല, തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട്ടിലെ ഷെഫാട്ടോ. കുമാർ അല്ലേ? ഷെഫ് കുമാർ. അദ്ദേഹത്തിൻ്റെ കൈപ്പുണ്യമാണ് നമ്മൾ കഴിക്കാൻ പോണേ. അപ്പോൾ കൊണ്ടുവന്നുള്ളൂ, കുഴപ്പമില്ല. കുറേ സാധനം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ്, ബേൺഡ് ഗാർലിക് റൈസ്, ഫ്രൈഡ് റൈസ്, വറുത്തരച്ച ചിക്കൻ കറി. ഓക്കെ, ഡബിൾ. ഞങ്ങൾ 3 ആളുണ്ട് ഇവിടെ. ഇനി ഡിസേർട്ടാണ് അടുത്തത്. അപ്പോൾ ഇത് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഡിന്നർ കുശാൽ. അടിപൊളി. എനിക്ക് കുമ്പം കാച്ചിയത് മതിയായില്ല സത്യത്തിൽ. എന്ത് ടേസ്റ്റാണ്. അങ്ങനെ ഡിന്നറെല്ലാം കഴിച്ചു. ഗംഭീരമായ ഫുഡായിരുന്നു. ഇനി നെക്സ്റ്റ് പരിപാടി നൈറ്റ് സഫാരി. ജീപ്പിൽ കയറി കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇവർ തന്നെ കൊണ്ടുപോകുന്നതാണ് ഈ റിസോർട്ടുകാർ. അവിടെ പോകുമ്പോൾ ആനയൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ ഫ്രണ്ട് ഓഫീസ് മാനേജർ അഭിജിത്ത് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെല്ലപ്പൻ ചേട്ടൻ കൂടെ വരുന്നു. കാടിനെ തൊട്ടറിയുന്ന ആളാണ്. നമ്മൾ ജീപ്പിൽ കയറി സഫാരി. ഓക്കെ, നൈറ്റ് സഫാരി. എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞ് പോവാണ്. കാണുമല്ലോ, കണ്ടോളാം. ആനയൊക്കെ വേണ്ടി വെയിറ്റിംഗ്. ആ 2 സൈഡിലും ഉണ്ട്. 2 ഗ്രൂപ്പ് അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് വരാൻ നോക്കുക.
കണ്ടോ? താഴേക്ക് പോവാണ് അല്ലേ? ചെറുതാണ്. കുഞ്ഞാനയാ. ആഹാ, അടിപൊളി. ഓക്കെ, അപ്പോൾ ഈ പരിസരത്തെല്ലാം ഉണ്ട് കേട്ടോ ആള്. ആനയുടെ പ്രസൻസ് ഉണ്ട് നല്ല രീതിയിൽ. അതായത് കുഞ്ഞാനയാ. അപ്പോൾ അതിൻ്റെ അമ്മയും അച്ഛനും കാണുമായിരിക്കും ചിലപ്പോൾ. ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. കൂട്ടത്തിലേ വന്നതാ. 3 പേരുണ്ട് അല്ലേ? അടിപൊളി. അമ്മയും 2 കുഞ്ഞുങ്ങളും ആണെന്ന് തോന്നുന്നു. അച്ഛനാണ് ഇപ്പോഴത്തെ സൈഡിൽ താഴെ പോയത് അല്ലേ? അയ്യോ, അച്ഛനിപ്പോൾ ഇതുവഴി വരും ഇപ്പോഴത്തെ സൈഡിൽ നിന്ന്. മൂവ് ചെയ്യുന്നു ചെറുതായിട്ട്. അങ്ങനെ നൈറ്റ് സഫാരി എല്ലാം തിരിച്ചെത്തി. ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി. ഓക്കെ, ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആകണം. ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടന്നുറങ്ങും. ഓക്കെ, ആനയെ കണ്ടു കേട്ടോ. അയ്യോ, കാട്ടിനകത്ത് കൂടി സഞ്ചരിച്ച് കുറേ ഒരു അഡ്വഞ്ചർ പോലെ ആയിരുന്നു. കുറച്ച് സ്ഥലത്തൊക്കെ ചെന്ന് വെയിറ്റ് ചെയ്ത് ശബ്ദം ഉണ്ടാക്കാണ്ടിരുന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആന ക്രോസ് ചെയ്യുന്നതൊക്കെ കാണാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആനയുടെ ചിന്നമ്പിളിയൊക്കെ കേട്ടു കേട്ടോ. ശരിക്കും പേടിച്ചു ആ സമയത്ത്. എനിവേ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവരെന്നെ കൊണ്ടുപോകണം കേട്ടോ ഈ റിസോർട്ടുകാർ ജീപ്പിലിങ്ങനെ നൈറ്റ് സഫാരിയിൽ കാണിക്കാനായിട്ട്. അപ്പോൾ ഇനി ഒന്നുമില്ല, കിടന്നുറങ്ങുന്നു. ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ ഒന്നുകൂടെ കഴുകി ഉറങ്ങും. രാവിലെ ബാക്കി വിശേഷങ്ങൾ കാണും. ഓക്കെ, ശരിക്കുള്ള ഇവിടുത്തെ അതിൻ്റെ ചുറ്റുപാടുമൊക്കെ കാണണമെങ്കിൽ പകൽ തന്നെ കാണും. ഏർലി മോർണിംഗ് എണീക്കുക, എന്നിട്ട് ഇവിടുത്തെ ചുറ്റുവട്ടമൊക്കെ കാണാം. ഓക്കെ, ഉറങ്ങട്ടെ. ശരി, ഗുഡ് നൈറ്റ്.